ലേഖന വിവാദം കനത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശശി തരൂർ വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അല്പസമയം മുമ്പ് തൻ്റെ നിലപാടിൽ തെല്ലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് താൻ അതിൽ പരാമർശിച്ചിട്ടില്ല. ആ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചല്ല താൻ പറഞ്ഞത് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. വിനയ രാജ് ഉണ്ട് നമുക്കൊപ്പം. വിനയ, ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒന്ന് മയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാളിദാസ്, എന്തായാലും നിലവിലിപ്പോൾ തരൂര് ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്, നിലപാടുകൾ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കേരളത്തിലെ ചില വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വികസനം ആര് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കണമെന്നാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ എം ഹസന് മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു. എം ഹസൻ നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ ഈ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്തിൽ നിന്നും ശശി തരൂർ ഒഴിയണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം ശശി തരൂർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ ഒഴിയാൻ തയ്യാറാണ്, സ്ഥാനം ഒഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒഴിയാമെന്നായിരുന്നു അദ്ദേഹം ഹസന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നത്, അതെല്ലാം തന്നെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ വികസനം ആര് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കും, കേരളത്തിന്റെ വികസനമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന് വികസനമാണ് ആവശ്യം, കേരളത്തിലെ ജനങ്ങൾക്ക് വികസനമാണ് ആവശ്യം, അതുകൊണ്ട് തന്നെ വികസനം ആര് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കുമെന്നാണ് പ്രധാനമായും ശശി തരൂർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ സർക്കാർ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കണം, അത് ആരായാലും അംഗീകരിക്കണം എന്നൊരു നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ എക്കണോമിയെ കുറിച്ച് മുഴുവനായി പറഞ്ഞതല്ല, ചില സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ചില വ്യവസായ മേഖലകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മൊത്തത്തിലുള്ള ഒരു ഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കാനുള്ള കാര്യമോ അല്ല താൻ പറഞ്ഞതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ താൻ പറയുന്നത് ഇഷ്ടമല്ലാത്തവർ സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. താൻ പറഞ്ഞ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല, പക്ഷെ താൻ പറഞ്ഞത് മുഴുവനായിട്ടുള്ള സർക്കാരിന്റെ കാര്യങ്ങളല്ല, താൻ പറഞ്ഞത് വ്യവസായ മേഖലയിലെ വികസനം മാത്രമാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് കേരളത്തിലാണ്, അതും തനിക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് ആളുകൾ കാണിച്ചു തരട്ടെ. കൂടാതെ തന്നെ ഈ ലേഖനം എഴുതിയതിനു ശേഷം തന്നെ വിളിച്ചിട്ടുള്ളത് KPCC അധ്യക്ഷനും കൂടാതെ ACC ജനറൽ സെക്രട്ടറിയുമാണ് തന്നെ വിളിച്ച് വിശദീകരണം ചോദിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും അവർ വിളിച്ചപ്പോഴും വ്യക്തമാക്കിയ ഒരു കാര്യം, മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പടച്ചുവിടുന്നത് എന്നാണ് ഈ നേതാക്കൾ തന്നോട് പറഞ്ഞത് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും അല്ല താൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തി എഴുതും. താൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ ലേഖനങ്ങളും മറ്റും എഴുതുന്നുണ്ട്. ആ ലേഖനങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഇത്രയും വിവാദമാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ ലേഖനം മാത്രം വിവാദമായത് എങ്ങനെയെന്ന് തനിക്ക് അറിയുന്നില്ല എന്നടക്കം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മാസത്തെ ലേഖനത്തിൽ ഈ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടൊരു ലേഖനം എഴുതുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് ആവശ്യം, വികസനമാണ് ജനങ്ങൾക്ക് ആവശ്യം. ആ വികസനം ആര് കൊണ്ടുവന്നാലും അതിനെ പിന്തുണയ്ക്കും, അംഗീകരിക്കും എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂര് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ കടുത്ത നിലപാടിൽ നിന്നും ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വലിയ രീതിയിലുള്ള വിവാദം അത്രയധികം കത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശശി തരൂർ എത്തി എന്നുള്ളതാണ്. എന്നിട്ടും ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.